വെൽക്കം ടു എക്കണോമിക്സ് എഡിബിൾ. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എക്കണോമിക്സിൻ്റെയും സെറ്റ് എക്കണോമിക്സിൻ്റെയും പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ മോണിറ്ററി പോളിസിയുമായി ബന്ധപ്പെട്ട ടൈലർ റൂളാണ് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എക്കണോമിക്സിൻ്റെ സിലബസ് എടുത്തു കഴിഞ്ഞാൽ മാക്രോ എക്കണോമിക്സിൻ്റെ ഭാഗത്ത് മോണിറ്ററി പോളിസി എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ടൈലർ റൂളിന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. സെറ്റ് എക്കണോമിക്സിൻ്റെ ആണെങ്കിൽ മോണിറ്ററി പോളിസി അതുപോലെ തന്നെ ടൈലർ റൂളിന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മോണിറ്ററി പോളിസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് ഒരു PYQ നോക്കാം. ഫോർ ഈച്ച് 1% increase in inflation, the central bank tends to raise the nominal interest rate by more than 1 percentage point. This rule is called Option A, Ooken law. Option B, Taylor principle. Option C, Barrow-Ricardo equivalence theorem. Option D, Grisham's law. അതായത് സെൻട്രൽ ബാങ്ക് എന്താണ്, ഇൻഫ്ലേഷൻ 1% കൂടിക്കഴിഞ്ഞാൽ നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്താണ്, 1 കൂടുതൽ ശതമാനം കൂട്ടുന്ന ആ നിയമത്തിനെ എന്താണ് ആ റൂളിനെ എന്താണ് പറയുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഊക്കൺ ലോ എന്ത് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പറയുന്നത്? ഊക്കൺസ് ലോ ഷോസ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അൺഎംപ്ലോയ്മെന്റ് ആൻഡ് റിയൽ GDP ആണെന്ന് അറിയാം അല്ലേ. ബാരോ-റിക്കാർഡോ ഇക്വാലൻസ് തിയറം എന്താ, അത് ഫിസിക്കൽ പോളിസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ബാരോ-റിക്കാർഡോ ഇക്വാലൻസ് തിയറം. ഗ്രിഷംസ് ലോ എന്താണ്, ബാഡ് മണി ഡ്രൈവ്സ് ഔട്ട് ഗുഡ് മണി ആണല്ലേ. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി, ടൈലർ പ്രിൻസിപ്പിൾ ആണ്. ഇനി എന്താണ് ടൈലർ പ്രിൻസിപ്പിൾ എന്നുള്ളത് നമുക്ക് നോക്കാം. The Taylor rule is an interest rate forecasting model invented by John Taylor in 1992 and outlined in his study Discretion versus Policy Rules in Practice. അപ്പോൾ ഈ ടൈലർ റൂൾ എന്നുള്ളത് എന്താണ്, ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഫോർകാസ്റ്റിംഗ് മോഡലാണ്. അത് ജോൺ ടൈലർ ആണ് ഇൻവെന്റ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ സ്റ്റഡീസായ ഡിസ്ക്രിഷൻ വേഴ്സസ് പോളിസി റൂൾസ് ഇൻ പ്രാക്ടീസിലാണ് എന്ത് ടൈലർ റൂളിനെ പറ്റി പരാമർശിച്ചിട്ടുള്ളത്. അതായത് ഒരു രാജ്യത്ത് മോണിറ്ററി പോളിസി മെയിനായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ആരാണ്? അവിടുത്തെ സെൻട്രൽ ബാങ്ക് ആണ് അല്ലേ. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? അതായത് രാജ്യത്തെ ഇൻഫ്ലേഷൻ്റെയും GDP ഗ്രോത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഇൻട്രസ്റ്റ് റേറ്റിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് എന്ത് സെൻട്രൽ ബാങ്ക് മോണിറ്ററി പോളിസിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക. ഇപ്പോൾ ഈ അടുത്ത് തന്നെ എടുക്കാം, നമ്മുടെ റിസർവ് ബാങ്ക് 5 വർഷത്തിന് ശേഷം റിപ്പോ റേറ്റിൽ ചേഞ്ചസ് വരുത്തിയില്ലേ. എത്രയാണ്? 6.50 നിന്നും 6.25 ആക്കിയിട്ട് എന്താണ് റിപ്പോ റേറ്റ് കുറച്ചു. അതെന്താണ്, ഒരു പ്രധാനപ്പെട്ട മോണിറ്ററി പോളിസി മെഷറാണ് അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ദ ടൈലർ റൂൾ ഈസ് എ മോണിറ്ററി പോളിസി ടൂൾ ദാറ്റ് ഹെൽപ്പ് സെൻട്രൽ ബാങ്ക് സ്റ്റേബിലൈസ് പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട്. അതായത് രാജ്യത്ത് പ്രൈസസ്, അതായത് വിലക്കയറ്റമൊക്കെ എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്? ഇൻഫ്ലേഷൻ. അതുപോലെ തന്നെ ഔട്ട്പുട്ട് എന്താണ്, ഔട്ട്പുട്ടിന്റെ ബേസിസിലാണ് ഒരു രാജ്യത്തെ GDP മെയിനായിട്ട് മെഷർ ചെയ്യുക അല്ലേ. അപ്പോൾ ഇതൊക്കെ സ്റ്റെബിലൈസ് ചെയ്യുന്നതിൽ ആർക്കാണ് മെയിൻ കൺട്രോൾ ഉള്ളത്? മോണിറ്ററി പോളിസിയും അതുപോലെ തന്നെ സെൻട്രൽ ബാങ്കിനാണെന്നുള്ളത് ആലോചിക്കുക. ദ റൂൾ റെക്കമെൻഡഡ് റൈസിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് വെൻ ഇൻഫ്ലേഷൻ ഈസ് ഹയർ ദാൻ ടാർജറ്റ് ആൻഡ് ലോവറിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് വെൻ ഇൻഫ്ലേഷൻ ഈസ് ലോവർ ദാൻ ദ ടാർജറ്റ്. ദ GDP ഗ്രോത്ത് ഈസ് എബവ് ദ ടാർജറ്റ് ലെവൽ. ദ ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ഓൾസോ റൈസ് ആൻഡ് വൈസ് വേഴ്സ. അപ്പം മെയിനായിട്ട് എന്താണ്, ഈ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇൻഫ്ലേഷനും GDPയുടെയും അടിസ്ഥാനത്തിലാണ്. അതായത് ഓൾറെഡി ഒരു എക്സ്പെക്റ്റഡ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ഒരു GDP ഗ്രോത്ത് ഉണ്ടാവും അല്ലേ. ഈ പുതിയ മോണിറ്ററി പോളിസി ഫെബ്രുവരി 7 RBI അനൗൺസ് ചെയ്തപ്പോൾ എന്താണ് 2025-26 ഫിനാൻഷ്യൽ ഇയറിൽ എത്രയാണ് ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്? 6.7% അല്ലേ. അപ്പോൾ അതുപോലെ ഒരു എക്സ്പെക്റ്റഡ് GDP ഗ്രോത്ത് റേറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ ഉണ്ടാവും. ആ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളതിൽ നിന്നും ഇൻഫ്ലേഷൻ കൂടുകയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും. ആ ക്ലാസ്സിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുമ്പോഴും കുറയുമ്പോഴും ഉണ്ടാവുന്ന മിസ്റ്റേക്കുകൾ അല്ലേ. ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുമ്പോൾ അതെന്താണ്, ആൾക്കാർ എന്ത് ചെയ്യും? എക്കോണമിയിൽ കൂടുതൽ ചിലവാക്കാൻ നിൽക്കില്ല. അതെന്തെയും സേവ് ചെയ്യാൻ തുടങ്ങും. അത് സേവ് ചെയ്യുന്നവർക്ക് ഉപകാരമായിരിക്കും. ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞാൽ എന്ത് ചെയ്യും? എക്കോണമിയിലെ ആൾക്കാർ പണം ചെലവാക്കാൻ തുടങ്ങും. അപ്പം അതെന്താണ്, ആ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഇൻഫ്ലേഷൻ ഒന്നും കൂടി കുറഞ്ഞ ഇൻഫ്ലേഷൻ ഒന്ന്
കൂട്ടാനായിട്ട് സാധിക്കും. ആ മെഷറൊക്കെ ന്യൂ RBI പോളിസി റിലീസ് ചെയ്ത ക്ലാസ്സിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഈ ടൈലർ റൂളിലും മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇൻഫ്ലേഷനോ GDP-യോ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരുന്നതിലും കൂടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും. അപ്പോൾ അവിടെ ആൾക്കാർ സേവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ ഇൻഫ്ലേഷനും അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ സാധിക്കും. ഇനി ഇൻഫ്ലേഷൻ ഒന്ന് കുറഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും. ഇതാണ് മെയിനായിട്ട് എന്ത് ഈ ടൈലർ റൂളിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ടൈലർ ഫോർമുല നോക്കാം. ദ ടൈലർ റൂൾ ഈസ് 3 നമ്പേഴ്സ്. മെയിനായിട്ട് 3 നമ്പേഴ്സാണ് ടൈലർ ഫോർമുലയിൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ കണ്ടുല്ലേ ഏതൊക്കെയായിരിക്കും. ഓൾറെഡി ഇൻട്രസ്റ്റ് റേറ്റ്, ഇൻഫ്ലേഷൻ, GDP, ഈ 3 കാര്യങ്ങളാണ് എന്ത് ടൈലർ ഫോർമുലയിൽ മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ദ ടൈലർ റൂൾ ഇക്വേഷൻ നമുക്ക് നോക്കാം. I = R* + PI + 0.5 ബ്രാക്കറ്റ് PI - P* + 0.5 ബ്രാക്കറ്റ് Y - Y*. അതിൽ I എന്ന് പറയുന്നത് എന്താണ്, നോമിനൽ ഫെഡ് ഫണ്ട് റേറ്റും R* എന്നുള്ളത് റിയൽ ഫെഡറൽ ഫണ്ട് റേറ്റും. യൂഷ്വലി അത് എപ്പോഴും എത്രയാ 2% ആയിട്ടാണ് എടുക്കുക. PI എന്ന് പറഞ്ഞാൽ എന്താ, റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ. P* എന്താ, ടാർഗറ്റ് ഇൻഫ്ലേഷൻ റേറ്റ്. Y = ലോഗരിതം ഓഫ് റിയൽ ഔട്ട്പുട്ട്. Y* = ലോഗരിതം ഓഫ് പൊട്ടൻഷ്യൽ ഔട്ട്പുട്ട്. ഇതേ രീതിയിൽ ഊക്കൺസ് ലോയിൽ നമ്മ ഒരു ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ Y - Y* കോമൺലി എന്തായിട്ട് അറിയപ്പെടുന്നത്, ഔട്ട്പുട്ട് ഗ്യാപ്പ് അല്ലേ. ഔട്ട്പുട്ട് ഗ്യാപ്പ് എന്ന് പറയുന്നത് റിയൽ ഔട്ട്പുട്ടും പൊട്ടൻഷ്യൽ ഔട്ട്പുട്ടും തമ്മിലുള്ള വ്യത്യാസമാണ് എന്ത് ഈ Y - Y*. അപ്പോൾ ഈ ടൈലർ ഫോർമുലയിൽ മെയിനായിട്ട് 3 കാര്യങ്ങളാണ്, 3 നമ്പേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവും, പിന്നെ എന്താണ് ഇൻഫ്ലേഷൻ റേറ്റ്, അതുപോലെ തന്നെ GDP റേറ്റ് എന്നുള്ളത് ആലോചിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക്